HTML, CSS, JavaScript, PHP, പിന്നെ ഡാറ്റാബേസ് ആയിട്ടുള്ള MySQL. ആ ക്ലാസ്സിന്റെ മൂന്നാമത്തെ പാർട്ടാണിത്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പഠിച്ചു. ഇതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് HTML, CSS, JavaScript, അടുത്ത PHP ആണ്. PHP നോക്കാം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ 3 HTML, JavaScript, CSS. ഈ CSS സ്റ്റൈൽസിന് വേണ്ടിയാണ്. JavaScript ഇവന്റ്സ് സ്റ്റൈലും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്റ്റൈൽ നമുക്ക് ചെയ്യാം. കൂടുതലായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യുന്നത് CSS വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഡിസൈൻസും കാര്യങ്ങളും. പിന്നെ JavaScript ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്ലയന്റ് സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലയന്റ് സൈഡിലുള്ള ഇവന്റ്സ് നമ്മളെ ഇൻപുട്ട് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി JavaScript സൂപ്പറാണ്. അപ്പൊ ഇത് 3 കൂട്ടിയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന കൺസെപ്റ്റ് നമുക്ക് പറയാം. അതായത് നമ്മൾ ഒരു ക്ലയന്റായി മാറും. അതായത് നമ്മളിപ്പം ഇത് ആക്സസ് ചെയ്യുന്നത് നമ്മളൊരു ക്ലയന്റാണ്, ഈ പേജ്. അപ്പൊ ഈ പേജുള്ള ഫയൽ എവിടെയാണോ അത് സെർവർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു ഡോക്യുമെന്റ്സിന്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചു, അല്ലെ, HTML ക്ലാസിന്റെ അകത്താണ് ഈ ഫയൽ സേവ്. അപ്പൊ ഇതൊരു സെർവർ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഉപയോഗിച്ചുള്ളൂ. HTML, JavaScript, CSS മാത്രമേ ഉപയോഗിച്ചു. ഇനിയിപ്പോ PHP ആണ് യൂസ് ചെയ്യേണ്ടത്. PHP ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. JavaScript ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം ക്ലയന്റും സെർവറും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മനസ്സിലായോ എന്നറിയില്ല. കാരണം ക്ലയന്റ് സൈഡിലെല്ലാം ക്ലയന്റിന്റെ സൈഡിലാണ് എല്ലാം ചെയ്യുന്നത്. ഈ കോഡ് നമ്മളിപ്പോ എഴുതിയാലും ക്ലയന്റിനുള്ള ആവശ്യങ്ങളാണ് ഇതിപ്പോ ചെയ്തില്ല. സെർവർ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ക്ലയന്റിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന കാര്യങ്ങൾ മാത്രം മാറ്റി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. സെർവർ സൈഡ് ഡാറ്റാബേസുകളിലെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ഫോൾഡറിന്റെ അകത്തുള്ള test.html ഫയൽ ആക്സസ് ചെയ്തു ബ്രൗസർ വഴി അങ്ങനെ ചെയ്തു. അപ്പൊ ഇതിന് പ്രോപ്പർ സെർവർ നമുക്ക് ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെയുള്ള പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഗോഡാഡി, നെയിംചീപ്പ്, ഹോസ്റ്റിഗേറ്റർ, അങ്ങനത്തെ പല പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ്, വിർച്വൽ VPS, ക്ലൗഡ് ഹോസ്റ്റിംഗ്, അങ്ങനെ പല ഹോസ്റ്റിംഗും തരുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. അങ്ങനെ പൈസ കൊടുത്ത് വേണമെങ്കിൽ മേടിക്കാം. മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് സെർവറായിട്ട് ആക്ട് ചെയ്തിട്ട് സെർവറിലെ കോഡിലൊക്കെ ഇടാം. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിലൊരു സെർവർ വേണം. അതിനാണ് വിർച്വൽ സെർവർ എന്ന് പറയുന്നത്. വിർച്വൽ സെർവർ ഉണ്ടാക്കാൻ വേണ്ടി പല മെത്തേഡ്സും ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മാത്രമേ ഉള്ളൂ. സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് വാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് സാമ്പാണ്. അപ്പൊ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് സാമിന്റെ ഒരു കൺട്രോൾ പാനൽ വരും. ഇതാണ് സാമ്പിന്റെ കൺട്രോൾ പാനൽ. അപ്പം അപ്പാഷെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അപ്പാഷെ ഓപ്പൺ ചെയ്യണം. MySQL ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതിൽ ഡാറ്റാബേസ് ആയിട്ടുള്ള MySQL ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. MySQL ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയാം. ഇപ്പൊ ഇതില് PHP ആണ്. അപ്പൊ നമ്മുടെ കോഡ് PHP കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ സെർവർ സൈഡേ വർക്ക് ചെയ്യുള്ളൂ. അത് ക്ലയന്റ് സൈഡ് വർക്ക് ചെയ്യത്തില്ല. ഈ ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലയന്റ് സൈഡ് വർക്ക് ചെയ്യും. ഇപ്പൊ ക്ലയന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സേവ് ചെയ്തു ഒരു ഫയൽ, ഇപ്പൊ ഡോക്യുമെന്റ് അകത്താണ് സേവ് ചെയ്തല്ല, അത് സെർവറും കൂടിയല്ല, നമ്മളൊരു സ്പേസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രൗസർ വഴി. അപ്പൊ അതല്ല, എന്നാലും അങ്ങനെ ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ക്ലയന്റ് സൈഡ് ഉണ്ട്, സെർവർ സൈഡ് ഉണ്ട്. സെർവർ സൈഡിലാണ് നമ്മൾ ഇവന് കോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സെർവർ ഉണ്ടാക്കണം, വിർച്വൽ സെർവർ. ആ വിർച്വൽ സെർവർ സാമ്പ് വെച്ചിട്ട് ഉണ്ടാക്കി. ആ സാമ്പിന്റെ ഡൊമൈൻ നമുക്ക് കിട്ടി. ഡൊമൈൻ എന്ന് പറഞ്ഞാല് ലോക്കൽ ഹോസ്റ്റ് ആണ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ഡൊമൈൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ google.com ഒരു ഡൊമൈനാണ്. അതുപോലെ facebook.com, yahoo.com, അതൊക്കെ ഒരു ഡൊമൈനാണ്. അതേപോലെ നമുക്കിപ്പോ ലോക്കൽ ഹോസ്റ്റ് എന്നൊരു ഡൊമൈൻ കിട്ടി. അതിന്റെ IP അഡ്രസ് 127.0.0.1 ആണ്. അപ്പൊ IP അഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ ഇതിന്റെ ഡൊമൈൻ ലോക്കൽ ഹോസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ ലോക്കൽ ഹോസ്റ്റിന്റെ അകത്താണ് ഇനി നമുക്ക് കോഡ് എഴുതേണ്ടത്. അപ്പൊ ലോക്കൽ ഹോസ്റ്റ് ആണ്, ഇതൊരു വിർച്വൽ സെർവർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ സെർവർ എന്ന് പറഞ്ഞാലും അതൊരു സിസ്റ്റം ആയിരിക്കാം. അപ്പൊ സിസ്റ്റത്തിന് സ്പേസ് ഉണ്ടാവും. അതിൽ OS ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഉബുണ്ടു ആയിരിക്കാം, ചിലപ്പോൾ ലിനക്സ് ഉബുണ്ടു ആയിരിക്കാം, വിൻഡോസ് ആയിരിക്കാം, ചിലപ്പോൾ മാക് ആയിരിക്കാം. എങ്ങനെയാണോ അതനുസരിച്ച് സെർവർ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, OS ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ സെർവർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സാമ്പ് ഞാൻ ഡി ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഡി ഡ്രൈവിൽ സാമ്പ് HDocsന്റെ അകത്താണ് നമ്മുടെ സെർവർ കോഡ് വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ PHP ക്ലാസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ PHP ക്ലാസ് നമുക്ക് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ localhost/php ക്ലാസ്. നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ സി ഡ്രൈവ്, യൂസേഴ്സ്, അഡ്മിൻ, ഡോക്യുമെന്റ്സ് അങ്ങനെ പോയി. ഇവിടെ നമ്മുടെ സെർവറിന്റെ localhost/php ക്ലാസ്. ഈ ലോക്കൽ ഹോസ്റ്റ് നമുക്ക് സെർവർ ബൈ ചെയ്യുകയാണെങ്കിൽ ആ ഡൊമൈനിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇൻ കേസ് ഇപ്പൊ axprogramming.com ആണെങ്കിൽ axprogramming.comന്റെ അകത്ത് ചെയ്യാം. ഇത് ലാസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മുടെ ഡൊമൈൻ. ലോക്കൽ ഹോസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ PHP ക്ലാസ് ആണ്. ഇപ്പൊ ഇവിടെ ഗൂഗിള് എന്ന് അടിക്കുമ്പോൾ കണ്ടോ, ഗൂഗിൾ സെർച്ച് ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിന്റെ അകത്താണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലിപ്പോ google.com ഒരു ഫോൾഡർ മെത്തേഡ് കണ്ടോ, ഇവിടെ ഫസ്റ്റ് വരുമ്പോ ഈ google.com ഒരു ലോക്കൽ ഹോസ്റ്റ് ആണ് വിചാരിക്കാം. നമ്മുടെ ഡൊമൈൻ അക്കൗണ്ട് ഫോൾഡർ, അതിന്റെ അകത്ത് ഒരു അബൌട്ട് ഫോൾഡർ, അതിന്റെ അകത്ത് ഫയൽ വരും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് ചെയ്ത കോഡ് ഡോക്യുമെന്റ് അകത്ത് HTML ക്ലാസിന്റെ അകത്ത് 2 കോഡ്സ് ഉണ്ട്. ആ കോഡ് നമ്മുടെ HDocsന്റെ PHP ക്ലാസ്സിനകത്ത് ഇട്ടു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാല് പേജ് ഇങ്ങനെ വരുന്നു. അപ്പം അതങ്ങനെയല്ല വരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ google.com/ ഡയറക്ടറി/ പേരൊന്നും ഇല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫയലിന് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഇൻഡെക്സ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ test.html ഒന്ന് റീനെയിം ചെയ്യുന്നു. എങ്ങനെ? index.html. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, കണ്ടോ, ഞാൻ localhost/php ക്ലാസ് വിളിക്കുമ്പോൾ തന്നെ ആ index.html കയറി വന്നു. അപ്പം അപ്പാഷെ ആണ് നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പാഷെ ഉണ്ട്, nginx ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. ഇപ്പൊ ഇതിൽ ഉപയോഗിച്ച അപ്പാച്ചയാണ്. അപ്പാഷയില് വിളിക്കുമ്പോൾ തന്നെ index.html റീഡയറക്ട് ചെയ്ത് വരും. നമ്മൾ ജസ്റ്റ് ഒരു ആ ഫോൾഡർ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ index.html കയറി വരും. അതേപോലെ index.php ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് അനുസരിച്ച് പൈത്തൺ py എങ്ങനെയാണെങ്കിലും അത് ആ ഒരു രീതിയിലായിരിക്കും വരിക. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രിക്റ്റ് പേജ്, പക്ഷെ ബാക്ക് വരത്തില്ല. കണ്ട, ബാക്ക് നമ്മൾ കൊടുത്ത test.html ആയിരുന്നു. ആ ബാക്ക് ഇനി index.html കൊടുക്കും. അപ്പൊ നമ്മുടെ സെർവറിൽ ഈ ഫയല് ഇട്ടു. അപ്പൊ ഇത് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ അതേ കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് സെർവർ ഉണ്ടാക്കിയാൽ നമുക്കൊരു PHP ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ HTML ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസുമായിട്ടോ എവിടെയായിട്ടോ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ HTML സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കോഡ് അങ്ങനെ എഴുതേണ്ടി വരും. അപ്പൊ PHP കോഡ് എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ സെർവർ കോഡ് ഡാറ്റാബേസുകളുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ PHP ചെയ്യാം. അപ്പൊ എന്തിനാണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഒരു ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫേസ്ബുക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിപ്പോ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യും, എന്നിട്ട് ലോഗിൻ ചെയ്യും. അപ്പൊ നമ്മുടെ പോസ്റ്റ് ഒക്കെ ഓൾറെഡി ഡാറ്റാബേസ് സേവ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് എടുത്ത് കാണിക്കും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് PHP ആണ്. HTML അവിടെ നമുക്ക് പുറത്ത് മാത്രം ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് മാത്രം HTML-ഉം അതിലത്തെ കണ്ടന്റ് എല്ലാം PHP വഴി ഡാറ്റാബേസിന് ഫെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിപ്പോ ഫേസ്ബുക്കിൽ ഇപ്പൊ PHP ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മളിപ്പോ PHP ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഒക്കെ അങ്ങനെയാണ് കൺസെപ്റ്റ് വരുന്നത്.
അപ്പൊ ഇതിൽ ഞാനൊരു ഇൻഡെക്സ് ഡോട്ട് PHP ഉപയോഗിക്കുന്നു. PHP കോഡ് ഇപ്പൊ HTML കോഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് ഡോട്ട് HTML ഉപയോഗിച്ച് PHP കോഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഡോട്ട് PHP ഉപയോഗിക്കാം. അപ്പൊ സേവ് ചെയ്തു. ഇനി നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിക്കുന്നത്. എന്റെ ഈ HTML ഇൻഡെക്സ് ഡോട്ട് HTML ആണ് ഇപ്പൊ വരുന്നുള്ളത്. പക്ഷെ എനിക്ക് ഇൻഡെക്സ് ഡോട്ട് PHP ആണ് ആദ്യം വരണമെങ്കിൽ എനിക്കിത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. ഒരു മിനിറ്റ്, അത് ഇൻഡെക്സ് ഡോട്ട് HTML വരും. ഒരു മിനിറ്റ്, ഇത് ഞാൻ സേവ് ചെയ്ത HTML ക്ലാസ്സിനകത്ത് D ഡ്രൈവ് സാമ്പ് HTDocs PHP ക്ലാസ് ഇവിടെ സേവ് ചെയ്തു. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പൊ വന്നത് ഇൻഡെക്സ് ഡോട്ട് PHP ആണ്. കാരണം ഇത് സാമ്പാണ്, HTML-നേക്കാളും പ്രയോറിറ്റി PHP ഫയലിനാണ്. അപ്പൊ അതുകൊണ്ട് PHP ഫയലിനായിരിക്കും ഇവിടെ ആദ്യം ഇൻഡെക്സ് ഡോട്ട് വിളിക്കുക. അപ്പൊ ഇൻഡെക്സ് ഡോട്ട് PHP ഫയൽ വന്നു. അപ്പൊ ടെസ്റ്റ് ഡോട്ട് HTML ഉണ്ട്, test1.html ഉണ്ട്. അപ്പൊ ഈ test.html ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് എന്നിട്ട് ഇൻഡെക്സ് ഡോട്ട് PHP ഒരു കാര്യം ആലോചിക്കണം, PHP ഫയലില് HTML-ഉം JavaScript-ഉം CSS-ഉം വർക്ക് ചെയ്യും, അതേപോലെ PHP-യും വർക്ക് ചെയ്യും. പക്ഷെ .html ഫയലില് PHP വർക്ക് ചെയ്യില്ല. കണ്ടോ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സംഭവമൊക്കെ ഓക്കെയാണ്, ബാക്കോട്ട് പോകില്ല, കാരണം ഞാൻ ഇൻഡെക്സ് ഡോട്ട് HTML കൊടുത്തിട്ടുള്ള. ഓക്കെ, ഇനി എങ്ങനെയാണ് PHP കോഡ് എഴുതാം? അപ്പൊ ഇതിപ്പോ HTML കോഡല്ലേ, എങ്ങനെയാണ് PHP കോഡാം? സ്റ്റൈൽ വെച്ച് നമ്മൾ സ്റ്റൈൽ CSS പറഞ്ഞു, HTML കണ്ടന്റ് ടാഗ്സ് വെച്ചിട്ട് HTML കണ്ടന്റ് പറഞ്ഞു, സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ട് JavaScript കണ്ടന്റ് പറഞ്ഞു. ഇതേപോലെ നമുക്ക് ലെസ് ദാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് PHP ടാഗ് ഉപയോഗിച്ചിട്ട് അതേപോലെ അതിന്റെ ക്ലോസിംഗും ഉണ്ട്. HTML ടാഗ് ഓപ്പൺ ചെയ്ത പോലെ HTML ക്ലോസ് ചെയ്തു, ഇതും അതേപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിന്റെ അകത്ത് നമുക്ക് PHP കോഡ് എഴുതാം, എററൊന്നുമില്ല. PHP കോഡ് ഇതേപോലെ നോക്കിക്കോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, test.html വെച്ചു, എന്നിട്ട് ഇവിടെ test.html കോൾ ചെയ്തു. HTML സോറി, ഇത് ഇങ്ങനെ തന്നെ എടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഫോൾഡർ ഒന്ന് മാറ്റട്ടെ. ഇതിനകത്ത് അതേ ഫോൾഡർ ആയിട്ടത് D ഡ്രൈവില് സാമ്പിള് HTDocs PHP ക്ലാസ്, ഈ ഫോൾഡർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഇൻഡെക്സ് ഡോട്ട് PHP കോഡ് എഴുതി. ഇനി ഇതിന് ഞാൻ ടെക്സ്റ്റ് ഇല്ല അല്ലെ, നമ്മളത് ഇൻഡെക്സ് ഡോട്ട് HTML ആക്കിയ. അപ്പൊ ഇത് അതേപോലെ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിലൊരു PHP ഇതുണ്ട്, കണ്ട ഇവിടെ എറർ അടിക്കുന്നുണ്ട്, കാരണം വിഷ്വൽ സ്റ്റുഡിയോക്ക് അറിയാം HTML പേജിൽ PHP എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇത് ഇൻഡെക്സ് ഡോട്ട് PHP, ഇനി ഇൻഡെക്സ് ഡോട്ട് HTML. കണ്ട എറർ ഒന്നുമില്ല, പക്ഷെ സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഇൻഡെക്സ് ഡോട്ട് HTML വ്യൂ സോഴ്സും ഇത് ഇൻഡെക്സ് ഡോട്ട് PHP വ്യൂ സോഴ്സും. കണ്ടോ, ഇവിടെ ആ ടാഗ് ഇല്ല, കണ്ടോ ഇവിടെ ആ ടാഗ് ഇല്ല, ഇവിടെ ആ ടാഗ് ഉണ്ട്. അതായത് ഇൻഡെക്സ് ഡോട്ട് HTML ആ ടാഗ് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് ടെക്സ്റ്റ് ആയിട്ട്, മറ്റെടുത്ത് ആ ടാഗ് കാണിക്കില്ല, കാരണം അത് റൺ ചെയ്തു എന്ന് നടത്തണം. ഇവിടെ നമ്മുടെ PHP പ്രോഗ്രാം റൺ ചെയ്തു കറക്റ്റ്ലി, ഇത് HTML റൺ ആയില്ല, അത് അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ HTML PHP കോഡുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഇതൊരു PHP ഫയൽ. അപ്പൊ ഇത് ഞാൻ എടുത്ത് കളഞ്ഞ്, ഇതൊരു PHP ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇതിന്റെ PHP കോഡ് എവിടെയാണ് എഴുതേണ്ടത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നി ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ് എഴുതേണ്ടത്, അല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇതിന്റെ അകത്ത് എഴുതാം, ഇതിന്റെ അകത്ത് എഴുതാം, എവിടെ വേണമെങ്കിലും ഇതിന്റെ അകത്ത് എഴുതാം. പക്ഷെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ടാഗ്സ് ഉണ്ടാവണം, അത്രമാത്രമേ ഇതിന്റെ ഇതുള്ളൂ. അപ്പൊ ആ ഇത് കൺസെപ്റ്റിന് ഇവിടെ വരുന്ന ഓപ്പണിങ്ങും ക്ലോസിങ്ങും ടാഗ് PHP ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ ഹലോ വേൾഡ് പറഞ്ഞു, ഹലോ വേൾഡ് PHP-നകത്ത് അങ്ങനെ പറയാൻ പറ്റുമോ നോക്കാം. കണ്ടോ, സിൻടാക്സ് എറർ വന്നു.
അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാം? ഹലോ വേൾഡ് എക്കോ ഉപയോഗിച്ച് പറയും. നമ്മൾ നേരത്തെ ഹലോ ഇപ്പൊ ടാഗ് H1 H2 H3 നമ്മൾ ഹലോ വേൾഡ് ഇവിടെ കൊടുത്തപ്പോ സാധനം വന്നായിരുന്നു, ഡയറക്റ്റ് ടാഗ് കൊടുക്കാണ്ട് തന്നെ. വലിയ പ്രശ്നമില്ല. പക്ഷെ PHPക്ക് അങ്ങനെ വരൂല. എക്കോ ഉപയോഗിക്കണം. എക്കോ ഹലോ വേൾഡ്. എക്കോ പറഞ്ഞാൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. കണ്ട, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. പിന്നെ ഈ എക്കോന്റെ അകത്ത് ഹലോ വേൾഡിന്റെ അകത്ത് ഞാനൊരു ബോൾഡ് ടാഗ് കൊടുത്തു വെച്ചു, B/B. കണ്ട, അത് ബോൾഡായി. അതേപോലെ H1 കൊടുക്കാം, H1/H1. കണ്ടോ, ഹലോ വേൾഡ്. അപ്പം PHPയുടെ അകത്ത് HTML പറയാം, അതേപോലെ നമുക്കിവിടെ സ്റ്റൈലും വേണം പറയാം. കളർ റെഡ്. കണ്ടോ, അപ്പൊ PHPയുടെ അകത്ത് നമുക്ക് HTML പറയാം, സ്റ്റൈല് പറയാം, ജാവാസ്ക്രിപ്റ്റും പറയാം കേട്ടോ. ഞാനിപ്പോ ജാവാസ്ക്രിപ്റ്റിന് കോഡ് ചെയ്യുന്നില്ല, ജാവാസ്ക്രിപ്റ്റും പറയാം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് PHP. നമ്മൾ എക്കോ ഒരു ഫംഗ്ഷൻ ആണ്. നേരത്തെ നമ്മൾ ഹലോ എന്നൊരു ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞില്ല, ചേഞ്ച് കളർ ഹലോ. അതുപോലത്തെ ഒരു PHP ഫംഗ്ഷൻ എക്കോ. ഈ എക്കോ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് PHP അവരെന്നെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വിളിച്ചാൽ മാത്രം മതി. നേരെ മറിച്ച് ചേഞ്ച് കളർന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ഉണ്ടാക്കിയ ഫംഗ്ഷനാണ്. അതായത് ഓൺ ക്ലിക്ക് ഓൾറെഡി അവർ ചെയ്ത ഇവന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എഴുതി. ഇനി പറയാനുള്ളത് ക്ലാസ് ആണ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും ക്ലാസ് പറയാം, PHPയിലും ക്ലാസ് പറയാം.